ഹലോ കൂട്ടുകാരെ, +1 മാത്സിൽ സെറ്റ് തിയറിയെ പറ്റി പഠിക്കുന്ന ഈ വീഡിയോ സീരീസിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ് അഥവാ പൂരക ഗണം എന്നുള്ള കൺസെപ്റ്റാണ്. അത് വളരെ ലളിതമായ ഒരു കൺസെപ്റ്റാണ്. നമ്മൾ നേരത്തെയുള്ള വീഡിയോയുമായി ലിങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഒരു സെറ്റിൽ എല്ലാ എലമെൻറ്റ്സും അന്നേരം കൺസിഡർ ചെയ്യുന്ന എല്ലാ അംഗങ്ങളെയും കൂടി ചേർത്ത് വെച്ചുണ്ടാക്കുന്ന ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമ്മൾ നേരത്തെയുള്ള വീഡിയോകളിൽ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എ എന്ന് പറയുന്ന അതിലെ ഒരു സബ്സെറ്റ്, അതിനകത്തുള്ള അംഗമായ ഒരു സെറ്റിനെ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുക. ഇനി എ കോംപ്ലിമെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത് A complement is a set which consists of all elements small x such a way that small x is a member of U and small x does not belongs to A. അതായത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു യൂണിവേഴ്സൽ സെറ്റ് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്നുള്ള യു എന്ന റെപ്രസെൻറ്റേഷനിൽ പറയുന്ന യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ള ഒരു സബ്സെറ്റ് ആയിരിക്കും എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ആ സെറ്റിലെ അംഗമല്ലാത്ത ബാക്കിയുള്ള എല്ലാ അംഗങ്ങളെയും ചേർത്ത് വെച്ച് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗണം, ഒരു സെറ്റാണ് കോംപ്ലിമെൻ്റ് സെറ്റ് ഓഫ് എ. അതായത് എയുടെ മുകളിൽ ഒരു അപ്പോസ്ട്രഫി, ഒരു കോമ ചിഹ്നം ഇടുന്ന, അപ്പോസ്ട്രഫി ചിഹ്നം നമ്മൾ ഇടുന്ന പോലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സെറ്റിനെ പറയുന്ന പേരാണ് പൂരക ഗണം. എ കോംപ്ലിമെൻറ്റിനെ മറ്റൊരു രീതിക്ക് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അത് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രണ്ടാമത്തെ ഡെഫിനിഷനാണ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ അംഗങ്ങളെയും എടുത്ത് മാറ്റിയാൽ ബാക്കി വരുന്ന ആ ഗണത്തിനെ പറയുന്ന പേരാണ് എയുടെ പൂരക ഗണം, അതായത് കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ് എ. വളരെ ലളിതമായ കൺസെപ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചാനലിനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്